നമസ്കാരം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ അതൃപ്തി പരസ്യമാക്കി ചാണ്ടി ഉമ്മൻ രംഗത്ത്. ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ എല്ലാവർക്കും ചുമതലകൾ നൽകിയപ്പോൾ തനിക്ക് മാത്രം ചുമതല തന്നില്ലെന്നാണ് ചാണ്ടി പരാതിപ്പെട്ടത്. അന്ന് പറയേണ്ടെന്ന് കരുതിയതാണ്. ഇപ്പോഴും കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രചരണത്തിനായി ഒരു ദിവസം മാത്രമാണ് പാലക്കാട് പോയത്. എല്ലാവരെയും ഒന്നിച്ചു നിർത്തി നേതൃത്വം മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം പറഞ്ഞു. KPCC പ്രസിഡന്റ് കെ സുധാകരനെ പിന്തുണയ്ക്കുന്നതായും ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കി. കെ സുധാകരനെ മാറ്റേണ്ടതില്ലെന്നായിരുന്നു ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. സുധാകരന്റെ നേതൃത്വത്തിലാണ് ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചത്. സുധാകരനെ മാറ്റുന്നതിനെക്കുറിച്ച് ചർച്ച പോലും ഉണ്ടാകരുതെന്നും ചാണ്ടി ഉമ്മൻ ആവശ്യപ്പെട്ടു. പുനഃസംഘടനയിൽ എല്ലാവർക്കും പ്രാതിനിധ്യം ഉണ്ടാകണമെന്നും ചില ആളുകളെ മാറ്റി നിർത്തുന്ന രീതി പാർട്ടിയിലുണ്ടെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. നേരത്തെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്തെ ചാണ്ടി ഉമ്മന്റെ അസാന്നിധ്യം ചർച്ചയായിരുന്നു. ചാണ്ടി ഉമ്മൻ സജീവമാകാത്തത് ചർച്ചയായതോടെ KC വേണുഗോപാൽ ഇടപെട്ടാണ് ചാണ്ടി ഉമ്മനെ പാലക്കാട് എത്തിച്ചത്. ഒരു ദിവസം പ്രചരണം നടത്തി ചാണ്ടി മടങ്ങുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തിയപ്പോൾ ചാണ്ടി ഉമ്മന്റെ അസാന്നിധ്യവും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അതേസമയം A ഗ്രൂപ്പിനുള്ളിലെ തർക്കങ്ങളാണ് ചാണ്ടി ഉമ്മന്റെ അതൃപ്തിക്ക് കാരണമായതെന്നാണ് വിലയിരുത്തൽ. ഷാഫി പറമ്പിലാണ് ഗ്രൂപ്പിന്റെ ലീഡറായി ഇപ്പോൾ മാറുന്നത്. ഇതിൽ ചാണ്ടിക്ക് അതൃപ്തിയുണ്ട്. ഈ അതൃപ്തിയാണ് ചാണ്ടി ഉമ്മൻ പരസ്യമാക്കുന്നത്. നേരത്തെ യൂത്ത് കോൺഗ്രസ് ഔട്ട്റീച്ച് സെൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ചാണ്ടി ഉമ്മനെ ഒഴിവാക്കിയിരുന്നു. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ പ്രവർത്തനങ്ങളുടെ പേരിൽ സമാന്തര പ്രവർത്തനം നടത്തുന്നുവെന്ന് ആരോപിച്ചാണ് ചാണ്ടി ഉമ്മനെ ഒതുക്കിയത്. ഉമ്മൻചാണ്ടിയുടെ 1ാം അനുസ്മരണ ദിനത്തിലാണ് ചാണ്ടി ഉമ്മനെ ഔട്ട്റീച്ച് സെൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയത്. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് നേതൃത്വമാണ് ഇതിന് ഇടയാക്കിയത്. ഉമ്മൻചാണ്ടിയുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് കോൺഗ്രസിൽ ഉയർന്നു വരാനുള്ള ശ്രമമാണ് ചാണ്ടി ഉമ്മൻ നടത്തുന്നത്. A ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കളെ പോലും അംഗീകരിക്കാതെയാണ് ചാണ്ടി ഉമ്മൻ മുന്നോട്ട് പോകുന്നതെന്ന അഭിപ്രായവും നേരത്തെ ഉയർന്നു വന്നിരുന്നു. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് പിന്തുണ നൽകാനും ചാണ്ടി തയ്യാറായിരുന്നില്ല. അതേസമയം KPCC പ്രസിഡന്റിനെ മാറ്റേണ്ടുന്ന സാഹചര്യം ഇപ്പോഴില്ലെന്ന് മുൻ KPCC അധ്യക്ഷനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ K മുരളീധരനും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പാർട്ടി നേതൃത്വത്തിലേക്ക് യുവാക്കൾ വരട്ടെയെന്നും പക്ഷേ അതിന് പ്രസിഡന്റിനെ മാറ്റേണ്ട സാഹചര്യമില്ലെന്നുമായിരുന്നു K മുരളീധരൻ അഭിപ്രായപ്പെട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് മികച്ച പ്രകടനം കാഴ്ചവെച്ചെന്നും മുരളീധരൻ ചൂണ്ടിക്കാണിച്ചു. പാർട്ടിയെ നയിക്കാനുള്ള ആരോഗ്യം K സുധാകരനുണ്ടെന്നും K മുരളീധരൻ പറഞ്ഞിരുന്നു. KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് ശശി തരൂർ MPയും കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. KPCC അധ്യക്ഷനെ മാത്രം മാറ്റേണ്ട സാഹചര്യമില്ല. K സുധാകരൻ മോശം നേതാവാണെന്ന് തനിക്ക് അഭിപ്രായമില്ലെന്നുമായിരുന്നു തരൂരിന്റെ പ്രതികരണം. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറില്ലെന്ന് നേരത്തെ KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതികരിച്ചിരുന്നു. ആ കാര്യങ്ങൾ തീരുമാനിക്കാൻ പ്രത്യേകം ബോഡിയുണ്ട്, എന്നിട്ട് തീരുമാനിക്കൂ, അത് നിങ്ങൾ അറിയും എന്നായിരുന്നു K സുധാകരന്റെ പ്രതികരണം. KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ആശയക്കുഴപ്പമുണ്ടെന്ന വിവരം നേരത്തെ റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു. K സുധാകരനെ അധ്യക്ഷ പദവിയിൽ നിലനിർത്തണമെന്നാണ് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. എന്നാൽ K സുധാകരനെ മാറ്റാതെ പുനഃസംഘടന പൂർണ്ണമാകില്ലെന്നാണ് മറ്റൊരു വിഭാഗം വാദിക്കുന്നത്. എന്നാൽ അടിമുടി പുനഃസംഘടന വേണമെന്നാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. തർക്കങ്ങളില്ലാത്ത പുനഃസംഘടനയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്.